എങ്ങനെയാണ് ഫാറ്റി ലിവറിനെ തടയാമെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഇതിന് റിസ്ക് ഫാക്ടർ ഉള്ളത്, അതായത് അമിതവണ്ണം, ഡയബറ്റീസ്, ആൽക്കഹോളിൻ്റെ ഉപയോഗം, മുമ്പ് ഹെപ്പറ്റൈറ്റിസ് എന്ന അസുഖം വന്നവർ, പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസ് ബി സി എന്ന അസുഖം വന്നവർ റെഗുലറായിട്ട് ഒരു ലിവർ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കണ്ടിട്ട് അവരുടെ സ്കാനുകളും ബ്ലഡ് ടെസ്റ്റുകളും ചെയ്തിട്ട് അത് ഏത് സ്റ്റേജിലാണ് ലിവറിൻ്റെ അസുഖമുള്ളതെന്ന് ഡിറ്റക്ട് ചെയ്ത ശേഷം ശരിയായുള്ള രീതിയും ഭക്ഷണ രീതിയും വ്യായാമവും റെഗുലറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലിവറിൻ്റെ അസുഖം ഒരു മാരക സ്റ്റേജിലേക്ക് പോകുന്നത് തടയാൻ പറ്റും. ഇനി ചിലപ്പോൾ നമുക്ക് സിറോസിസ് എന്നുള്ളത് ഡീകമ്പോസ് സ്റ്റേജിൽ എത്തുന്ന അവസ്ഥയിലായിരിക്കും നമ്മൾ ആദ്യമായിട്ട് അസുഖം കാണുന്നത്, അല്ലെങ്കിൽ ഒരു ലിവർ ക്യാൻസർ ആയിട്ടായിരിക്കും ആദ്യമായിട്ട് ഇത് കാണുന്നത്. അങ്ങനെ ചുരുക്കം ചിലരിൽ നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് എന്നല്ലാതെ വേറൊരു ചികിത്സാ രീതി ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അങ്ങനത്തെ സ്റ്റേജിലെത്തിയാലും നിങ്ങൾ ഭയക്കേണ്ടതില്ല. ഇപ്പോൾ നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റിന് നിയർലി 100%, എബോവ് 95% എന്തായാലും റിസൾട്ട് ഓഫർ ചെയ്യാം. ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ലിവർ ട്രാൻസ്പ്ലാന്റ് മാത്രമേ ഓപ്ഷനുള്ളൂ. പക്ഷേ ലിവർ ട്രാൻസ്പ്ലാന്റിന് ശേഷമുള്ള ജീവിതം ഒരു 3 മന്ത്സ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധാ ഒരാളുടെ പോലെ തന്നെ, നിങ്ങൾ മുമ്പ് ഈ കരളിന് അസുഖം ഇല്ലാത്ത കാലത്ത് നിങ്ങൾ എങ്ങനെ ജീവിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ജീവിക്കാൻ പറ്റും. നമ്മുടെ രോഗികളെല്ലാം ഇപ്പം ജിമ്മിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ബൈക്ക് റൈഡേഴ്സ് ഉണ്ട്, വിദേശത്ത് ജോലി ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഒരു റെഗുലർ ലൈഫിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാലും പോകാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടും 95% മുകളിൽ സക്സസ് റേറ്റുള്ള ഈ ഓപ്പറേഷൻ സെലക്ട് ചെയ്യാൻ, ഓപ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും ഭയക്കേണ്ട ആവശ്യമില്ല.